ഹലോ ഓൾ, ഈ ടി സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസ് ആയിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഒരൊറ്റ വീഡിയോയിൽ ഈ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നടത്തുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടോപ്പിക്കാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്കറിയാം പെൽവിസ് റീജിയണിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വയറിനും തുടയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് പെൽവിസ് റീജിയൺ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്, അതായത് 2 പിന്നെ കുറച്ച് ആക്സസറി ഡക്ട്സ് ഉണ്ട്, ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഇത്രയും ചേരുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് മെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണ് പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പോൾ ടെസ്റ്റിസ് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ പുറത്ത് കാണപ്പെടുന്ന സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറാണ്, അതിനുള്ളിലാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? കാരണം സ്ക്രോട്ടത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറച്ച് ടെമ്പറേച്ചർ കുറവാണ്. ഒരു ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് സ്ക്രോട്ടത്തിൽ കുറവാണ്. ഈ ഒരു ടെമ്പറേച്ചറാണ് നമ്മുടെ സ്പെർമറ്റോജനസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ടെസ്റ്റിസിനെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഔട്ട്സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഓവൽ ഷേപ്പാണ്. ഏകദേശം 4 to 5 സെൻറ്റിമീറ്റർ ആണ് ഓരോ ടെസ്റ്റിസിൻ്റെ ലെങ്ത്. അതുപോലെ വിഡ്ത്ത് 2 to 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡെൻസ് കവറിങ് ഉണ്ട്, അതായത് ടെസ്റ്റിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു ഡെൻസ് കവറിങ് ഉണ്ട്. ഇനി ഓരോ ടെസ്റ്റിസും നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഏകദേശം ഒരു 200 to 250 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനെ നമ്മൾ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്ന് വിളിച്ചത്. ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ എന്തുണ്ട്? 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണപ്പെടുന്നു. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിലും 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിനെ കാണപ്പെടുന്നു. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പാണ് മെയിൽ ജേം സെൽസ്. ഈ മെയിൽ ജേം സെൽസ് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനൊക്കെ നടത്തിയിട്ടാണ് സ്പേം ഫോർമേഷന് കാരണമാകുന്നത്, അല്ലെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് സെല്ലാണ് സെറട്ടോളി സെൽസ്. സെറട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ജേം സെൽസിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ടൈപ്പ് സെൽസാണ് സെർട്ടോളി സെൽസിലുള്ളത്. സെർട്ടോളി സെൽസ് ഇരിക്കുന്നത് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിലാണ്. ഇനി ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കൂടാതെ ബാക്കി കിടക്കുന്ന സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലും ചില സെൽസ് ഉണ്ട്, അവരെയാണ് ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലേഡിക് സെൽസ് ആണ് ടെസ്റ്റിക്കുലർ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏതാണ് ടെസ്റ്റിക്കുലർ ഹോർമോൺ? ആൻഡ്രോജൻ ഒരു ടെസ്റ്റിക്കുലർ ഹോർമോണാണ്. ഇതിനെ സിന്തസൈസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മെയിൽസിൻ്റെ ആക്സസറി ഗ്ലാൻഡ്സ്. ഏതൊക്കെയാണ് ആക്സസറി ഗ്ലാൻഡ്സ്? നമുക്കിവിടെ കാണാം, സെമിനൽ വെസിക്കിളുണ്ട്, ഈ പിക്ചറിലുണ്ട്. ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്നതാണ് സെമിനൽ വെസിക്കിൾ. അത് പെയർഡാണ്, അതായത് 2 ഉണ്ട്. 2 സെമിനൽ വെസിക്കിളുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സിംഗിളാണ്, ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സും പെയർഡാണ്. അത് പക്ഷേ വളരെ ചെറിയ സ്ട്രക്ചേഴ്സാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, അതും പെയർഡാണ്. പ്രോസ്റ്റേറ്റ് മാത്രം സിംഗിളാണുള്ളത്. ഇനി ഈ 3 ഗ്ലാൻഡ്സിൻ്റെ, അതായത് മെയിൽ ആക്സസറി ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സ്. ഈ സെമിനൽ വെസിക്കിളിൽ ഒരുപാട് ഫ്രക്ടോസും കാൽസ്യവും ചില എൻസൈംസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സെമിനൽ വെസിക്കിളിൽ എന്താണ്? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സർട്ടൻ എൻസൈംസും ഉണ്ട്. ഇനി ഈ മെയിൽ ആക്സസറി ഡക്ട്സ്
അതിലൂടെ എങ്ങനെയാണ് സ്പേമിനെ ബോഡിയുടെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് മെയിൽ ജേം സെൽസ് ഉള്ളത്. മെയിൽ ജേം സെൽസ് ആണ് മിയോസിസിലൂടെ സ്പേം പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പേംസ് ഇരിക്കുന്നത്. സോ ഈ സ്പേംസിനെ ആദ്യം തന്നെ റെറ്റെ ടെസ്റ്റിസിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം റെറ്റെ ടെസ്റ്റിസ് വഴി ഇത് വാസ എഫറൻഷ്യയിലേക്കും തുടർന്ന് എപ്പിഡിഡിമിസിലേക്കും എത്തുന്നു. എപ്പിഡിഡിമിസിലാണ് കുറച്ച് ടൈം സ്പേംസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഇരുന്നാണ് സ്പേം മെച്ചുറേഷൻ അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതിനുശേഷം അത് വാസ് ഡെഫറൻസ് വഴി എന്ത് ചെയ്യുന്നു, യൂറിനറി ബ്ലാഡറിനെ ചുറ്റി കടന്നു വരുന്നു. ആ സമയത്താണ് സെമിനൽ വെസിക്കിൾ ഡക്റ്റ് അതുമായിട്ട് ചേർന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റായി മാറുന്നത്. ഇത് പിന്നീട് യുറീത്രയായിട്ട് മാറിയിട്ട് പെനിസിലൂടെ യുറീത്രൽ മിയാറ്റസിലൂടെ ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നു. അതായത് ഈ പിക്ചറിൽ നമുക്ക് കാണാം ആദ്യം തന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പേംസ് ഉണ്ടായത്. അതിൽ നിന്ന് അത് റെറ്റെ ടെസ്റ്റിസിലേക്ക് എത്തുന്നു. റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫ്രൻഷ്യയിലേക്ക്, അതിനുശേഷം അത് എപ്പിഡിഡിമിസിലേക്ക് എത്തുന്നു. എപ്പിഡിഡിമിസിൽ നിന്ന് എവിടേക്കാണ്, വാസ് ഡെഫറൻസിലേക്കാണ് പോകുന്നത്. ഈ വാസ് ഡെഫറൻസ് നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അത് വരുന്ന ടൈമിൽ ഇവിടുന്ന് ഒരു സെമിനൽ വെസിക്കിൾ ഡക്റ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. സെമിനൽ വെസിക്കിൾ ഡക്റ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേരും. എന്നിട്ട് അതെന്തായിട്ട് മാറും, ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ട് മാറും. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റാണ് പിന്നീട് യുറീത്രയായിട്ട് മാറുന്നു. അത് പിന്നെ പെനിസിലൂടെ യുറീത്രൽ മിയാറ്റസിലൂടെ ബോഡിയുടെ ഔട്ട്സൈഡിലേക്ക് എത്തുന്നത്. ഇനി പീനിസ് എന്ന് പറയുന്നതാണ് മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇത് ഒരു സ്പെഷ്യൽ ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇതിന് ഇൻസെമിനേഷൻ്റെ ടൈമിൽ ഈ പെനിസിന് ഇറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഇറക്ഷന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആവശ്യമാണ്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമ്മൾ പെനിസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻലാർജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പെനിസിൻ്റെ എൻലാർജ്ഡ് എൻഡിനെ ഗ്ലാൻസ് പെനിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ ഭാഗം ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഗ്ലാൻസ് പെനിസിൻ്റെ ഭാഗത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കാണാൻ പറ്റും. അതായത് അത് താഴെയുള്ള മസിലുമായിട്ടോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല, അത് ലൂസായിട്ടുള്ള ഒരു ഫോൾഡാണ്. ഇതിനെയാണ് നമ്മൾ ഫോർ സ്കിൻ എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റിയുള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പെയർ ഓവറീസ്, അതായത് 2 ഓവറീസ്, 2 ഓവിഡക്ട്സ്, ഒരു യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇതുകൂടാതെ ഒരു പെയർ മമ്മറി ഗ്ലാൻസ് കൂടിയുണ്ട്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടെയ്ൻസ് എ പെയർ ഓഫ് ഓവറീസ്, എ പെയർ ഓഫ് ഓവിഡക്ട്സ്, യൂട്രസ്, സെർവിക്സ്, വജൈന, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആൻഡ് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻസ്. അപ്പോൾ ഓവറീസ് ആണ് മെയിൽസിൽ ടെസ്റ്റിസ് ആയിരുന്നു പ്രൈമറി സെക്സ് ഓർഗൻ എങ്കിൽ ഫീമെയിൽസിൽ ഓവറിയാണ് പ്രൈമറി സെക്സ് ഓർഗൻ. ഓവറിയാണ് ഫീമെയിൽ ഗമീറ്റായ ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഓവറി മറ്റ് ചില സ്റ്റിറോയിഡ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓവറീസ് എവിടെയാണ്? നമ്മുടെ ലോവർ അബ്ഡമൻ്റെ ഓരോ സൈഡിലും ഓരോ ഓവറി ആയിട്ട് കാണപ്പെടും. അതായത് അബ്ഡമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ലോവർ അബ്ഡമൻ എന്ന് പറഞ്ഞാൽ അബ്ഡമിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്ന ഭാഗം. ആ ഭാഗത്ത് ഓരോ സൈഡിലും ഓരോ ഓവറി വെച്ച് കാണാൻ പറ്റും. ഓവറി ഏകദേശം 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും. ഇനി ഈ ഓവറിയെ നമ്മുടെ പെൽവിക് വാളുമായിട്ടും യൂട്രസുമായിട്ടും കണക്ട് ചെയ്യുന്നത് ആരാണ്? ലിഗമെൻറ്റ്സ് ആണ്. ലിഗമെൻറ്റ്സ് ആണ് ഓവറിയെ പെൽവിക് വാളുമായിട്ടും യൂട്രസുമായിട്ടും കണക്ട് ചെയ്യുന്നത്. ഓവറിയെ കവർ ചെയ്തുകൊണ്ട് ഒരു തിൻ എപ്പിത്തീലിയം ഉണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു കവറിങ് ആണ്. അത് ഓവറിയെ കവർ ചെയ്യുന്നു. അതുപോലെ ഈ ഓവറിക്കുള്ളിൽ എന്താ ഉള്ളത്? ഒവേറിയൻ സ്ട്രോമയാണുള്ളത്. ഈ ഒവേറിയൻ സ്ട്രോമയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 2 സോണായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പെരിഫറൽ കോർട്ടെക്സും ഇന്നർ മിഡിലയും. ഇതാണ് ഓവറിയുടെ അകത്തുള്ള സ്ട്രക്ചർ. അകത്ത് ഒരു പെരിഫറൽ കോർട്ടെക്സും ഇന്നർ മിഡിലയുണ്ട്. അതായത് അകഭാഗമാണ് മിഡില്ല, പുറം ഭാഗം കോർട്ടെക്സ്. ഇനി അതിനെ കവർ ചെയ്തുകൊണ്ടാണ് ഒരു തിൻ എപ്പിത്തീലിയം ഉള്ളത്. ഓവിഡക്റ്റിനെ നമുക്ക് ഫാലോപ്പിയൻ ട്യൂബ് എന്നും വിളിക്കാം. ഈ ഓവിഡക്റ്റും യൂട്രസും വജൈനയും ചേർത്തിട്ടാണ് ഫീമെയിൽ ആക്സസറി ഡക്സ് എന്ന് പറയുന്നത്. മെയിൽ ആക്സസറി ഡക്സ് പറഞ്ഞു, അതുപോലെ ഫീമെയിൽ ആക്സസറി ഡക്സും ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഓവിഡക്ട്സ്, യൂട്രസ്, വജൈന. ഇനി ഈ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് ഏകദേശം 10 to 12 സെൻറ്റിമീറ്റർ ലോങ് ആണ്. അത്രയും നീളം അതിനുണ്ട്. ഇത് നമ്മുടെ ഓവറിയുടെ പെരിഫറിയിൽ നിന്ന് യൂട്രസ് വരെ എക്സ്റ്റെൻഡ് ചെയ്താണ് കിടക്കുന്നത്. കാരണം
ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ഈ ഓവിഡക്റ്റാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറിയുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഓവിഡക്റ്റിൻ്റെ പാർട്ടിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. ഈ ഇൻഫണ്ടിബുലം ഒരു ഫണൽ ഷേപ്ഡ് ആണ്. കാരണം ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ഇത് കളക്ട് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതൊരു ഫണൽ ഷേപ്ഡ് ആണ്. അതുപോലെ തന്നെ ഇൻഫണ്ടിബുലത്തിൻ്റെ എഡ്ജസിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് ഫിംബ്രിയ എന്ന് വിളിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഓവത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്, ഫിംബ്രിയ ഉള്ളത്. ഇനി ഇൻഫണ്ടിബുലം കഴിഞ്ഞാൽ അടുത്ത ഓവിഡക്റ്റിൻ്റെ പാർട്ടാണ് ആംബ്യുള്ള എന്ന് വിളിക്കുന്നത്. ഇതാണ് ഓവിഡക്റ്റിൻ്റെ വൈഡർ പാർട്ട്. ഈ പാർട്ടിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ആംബ്യുള്ളയിൽ വെച്ച്. അവിടെയാണ് വൈഡർ പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇസ്തുമസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടി ഓവിഡക്റ്റിനുണ്ട്. ഇതാണ് നാരോ പാർട്ട്. ഇസ്തുമസ് കഴിഞ്ഞിട്ട് ഒരു നാരോ പാർട്ടുണ്ട്, അവിടെയുമായിട്ട് യൂട്രസുമായിട്ട് ഇത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓവിഡക്റ്റ്. ഇനി യൂട്രസ് നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ അതൊരു ഇൻവെർട്ടഡ് പിയർ ഷേപ്പാണ് യൂട്രസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിംഗിൾ യൂട്രസ് ആണ് ഉള്ളത്. ഓവർ 2 ഉണ്ടായിരുന്നു, യൂട്രസ് ഒരെണ്ണേ ഉള്ളൂ, ഇൻവെർട്ടഡ് ഷേപ്പിലാണുള്ളത്. യൂട്രസിനെയും പെൽവിക് വോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ലിഗമെൻറ്റ്സ് വഴിയാണ്. ഇനി യൂട്രസ് എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? യൂട്രസിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് താഴേക്ക്, അതായത് വജൈനയിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. സെർവിക്സിലൂടെ വജൈനയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സെർവിക്സിൻ്റെ ക്യാവിറ്റിയാണ് സെർവൈക്കൽ കനാൽ എന്ന് പറയുന്നത്. ഈ സെർവൈക്കൽ കനാലിനെയും വജൈനയും കൂടെ ചേർത്ത് ബർത്ത് കനാൽ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇതിലൂടെയാണ് യൂട്രസിൽ നിന്ന് ബേബി പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് സെർവൈക്കൽ കനാലിനെയും വജൈനയും കൂടെ ചേർത്ത് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ഇനി യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറമേ ഉള്ളതാണ് പെരിമെട്രിയം. ഇതൊരു മെംബ്രെയിനസ് ലെയറാണ്. ഇനി നടുക്കുള്ളത് ഒരു സ്മൂത്ത് മസിലിൻ്റെ ലെയറാണ്. ഇതിനെയാണ് മയോമെട്രിയം എന്ന് വിളിക്കുന്നത്. ഇനി ഏറ്റവും അകത്തുള്ള ലെയറാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ പ്രത്യേകത ഇതൊരു ഗ്ലാൻഡുലാർ ലെയറാണ്. ഇനി നമുക്കറിയാം അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ മിഡിൽ ലെയറായ മയോമെട്രിയം ഇത് സ്മൂത്ത് മസിൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂട്രൈൻ കൺട്രാക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് മയോമെട്രിയമാണ്. അതുപോലെ എൻഡോമെട്രിയം എന്ന് പറയുന്നതാണ് ഇന്നർ ലെയർ. അതായത് യൂട്രൈൻ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നത് എൻഡോമെട്രിയമാണ്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് ഈ എൻഡോമെട്രിയമാണ് സൈക്കിൾ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും പിന്നെ പുതുതായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യുന്നതും ഒക്കെ എൻഡോമെട്രിയമാണ്. അടുത്തത് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയ്ക്ക് മെയിനായിട്ട് 5 പാർട്സാണ് ഉള്ളത്. മോൺസ് പ്യൂബിസ്, അതായത് പ്യൂബിക് സിംഫൈസിസിൻ്റെ മുകളിൽ, അതായത് അതൊരു എല്ലാണ്, അതിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു ഫാറ്റി കുഷ്യൻ ലൈക്ക് ഏരിയയാണ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഇതിനെ കവർ ചെയ്തിട്ട് സ്കിന്നൊക്കെ ഉണ്ടായിരിക്കും. സ്കിന്നും ഹെയറും ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞുള്ള അടുത്ത പാർട്ടാണ് ലേബിയ മെജോറ. ഇത് ഔട്ടർ ഫോൾഡ്സ് ആണ്. ഇതും കുറച്ച് ടിഷ്യൂ ഫോൾഡാണ്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഇന്നർ ഫോൾഡ്സ് ആണ് ലേബിയ മൈനോറ. ഈ ലേബിയ മൈനോറ ഫ്യൂസ് ചെയ്യുന്ന ഭാഗം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ജോയിനിങ് പാർട്ടിൽ മറ്റൊരു പാർട്ടുണ്ട്, അതിനെയാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് ഒരു തിന്നായിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്, അതിനെയാണ് ഹൈമൻ എന്ന് പറയുന്നത്. ഇത്രയും ചേർന്നതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഇനി നമുക്ക് മമ്മറി ഗ്ലാൻസ് ഉണ്ട്. അതായത് ഓർഡർ പ്രൈമേറ്റയിലുള്ള എല്ലാ ഫീമെയിൽസിൻ്റെയും പ്രത്യേകതയാണ് മമ്മറി ഗ്ലാൻസ്. ഇത് പെയേർഡ് സ്ട്രക്ചേഴ്സാണ്, അതായത് 2 എണ്ണം ഉണ്ട്. ഇനി മമ്മറി ഗ്ലാൻഡിൽ എന്താണുള്ളത്? മമ്മറി ഗ്ലാൻഡിൽ 2 ടൈപ്പ് ടിഷ്യൂ ആണുള്ളത്. ഒന്നാമത്തത് ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്, അതുപോലെ ഫാറ്റും ഉണ്ട്. അതാണ് 2 ടൈപ്പ് ടിഷ്യൂസ്. അപ്പോൾ ഈ ഫാറ്റിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ എമൗണ്ട് വേരിയബിൾ ആണ്. ഇനി നമ്മുടെ മമ്മറി ഗ്ലാൻഡിലുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂസ്, അതായത് ഓരോ ബ്രസ്റ്റിലുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂവിനെ നമുക്ക് 15 to 20 മമ്മറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഗ്ലാൻഡുലർ ടിഷ്യൂ, ഓരോ ബ്രസ്റ്റിലെയും ഗ്ലാൻഡുലർ ടിഷ്യൂവിനെ 15 to 20 മമ്മറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ മമ്മറി ലോബ്സിനകത്ത് ഒരുപാട് കൂട്ടം സെൽസ് ഉണ്ട്. ഇതിനെയാണ് അൽവിയോള എന്ന് വിളിക്കുന്നത്. അൽവിയോളയിലെ സെൽസാണ് മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അൽവിയോളയുടെ ക്യാവിറ്റീസ് ആയ ലൂമനിൽ, അല്ലെങ്കിൽ അൽവിയോളയുടെ ലൂമനിലാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, മിൽക്കിനെ. അതായത് മമ്മറി ഗ്ലാൻസ് എന്ന് പറയുന്നത് എല്ലാ മാമൽസിൻ്റെ അല്ലെങ്കിൽ ഓർഡർ പ്രൈമേറ്റയിലെ ഫീമെയിൽസിൻ്റെ
ഒരു പ്രത്യേകതയാണ് ഒരു പെയർ മമ്മറി ഗ്ലാൻഡ്സ്. ഇതിനകത്ത് ഗ്ലാൻഡുലർ ടിഷ്യൂ ഉണ്ട്, ഫാറ്റും ഉണ്ട്. ഫാറ്റ് വേരിയബിൾ അമൗണ്ട്സ് ആണ്. ഇനി ഗ്ലാൻഡുലർ ടിഷ്യൂ ഓഫ് ഈച്ച് ബ്രസ്റ്റിനെ നമുക്ക് 15 to 20 മമ്മറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ലോബ്സിലും ഒരുപാട് സെൽസ് ഉണ്ട്. ആ ഒരുപാട് കൂട്ടം സെൽസിനെയാണ് അൽവിയോള എന്ന് വിളിക്കുന്നത്. അൽവിയോളയിലെ സെൽസാണ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ്ഡ് ആയ മിൽക്കിനെ അൽവിയോളയുടെ ലൂമൻ അല്ലെങ്കിൽ അൽവിയോളയുടെ ക്യാവിറ്റിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മമ്മറി ഗ്ലാൻഡിൻ്റെ ലൂമനിൽ അല്ലെങ്കിൽ ആൽവിയോളയുടെ ലൂമനിൽ ഇരിക്കുന്ന മിൽക്ക്, അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മിൽക്ക് എങ്ങനെയാണ് ബോഡിയുടെ പുറത്തേക്ക് എത്തുന്നത്? അൽവിയോളിലിരിക്കുന്ന മിൽക്ക് ആദ്യം തന്നെ മമ്മറി ട്യൂബ്യൂൾസിലേക്ക് എൻട്രി ചെയ്യുന്നു. മമ്മറി ട്യൂബ്യൂൾസിൽ നിന്ന് ഇതെവിടേക്കാണ്? മമ്മറി ഡക്റ്റിലേക്കാണ് എത്തുന്നത്. മമ്മറി ഡക്റ്റിൽ നിന്ന് പിന്നെ മമ്മറി ആംബ്യുള്ളയിലേക്ക്. മമ്മറി ആംബ്യുള്ളയിൽ നിന്ന് മിൽക്ക് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് എത്തുന്നു. ലാക്റ്റിഫറസ് ഡക്റ്റാണ് നിപ്പിളിലേക്ക് ലീഡ് ചെയ്യുന്നത്. നിപ്പിളിൽ നിന്നും മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് അൽവിയോളയിൽ പ്രൊഡ്യൂസ് ചെയ്ത മിൽക്ക് മമ്മറി ട്യൂബ്യൂൾസ് വഴി മമ്മറി ഡക്റ്റിലെത്തുന്നു. അവിടെ നിന്ന് മമ്മറി അമ്പിള വഴി ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് എത്തുന്നു. ലാക്റ്റിഫറസ് ഡക്റ്റ് നിപ്പിളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നിപ്പിളിലൂടെയാണ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് പഠിച്ചത്. അടുത്തത് ഗമീറ്റ് ഫോർമേഷൻ, അതായത് ഗെമറ്റോജനസിസ്. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പർ 46 ആണ്. അതായത് ഇത് ഡിപ്ലോയിഡ് സ്റ്റേറ്റിലുള്ള നമ്പറാണ്. എന്ന് വെച്ചാൽ ക്രോമസോംസ് പെയേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഗമീറ്റ്സ് വരുമ്പോൾ അത് ഹാപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. അതായത് 46ൻ്റെ പകുതി 23. സോ ഇവർ അൺപെയർഡ് ആണ്. അപ്പോൾ സ്പേമിലായാലും ഓവത്തിലായാലും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്, അതായത് 23. അപ്പോൾ സ്പെർമറ്റോജനസിസ് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടെസ്റ്റിസിൻ്റെ ലോബ്സായ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ മെയിൽ ജേം സെൽസും സെറട്ടോളി സെൽസും ഉണ്ട്. മെയിൽ ജേം സെൽസ് എന്ത് ചെയ്യും? പ്യൂബർട്ടി ആകുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും. ഒരുപാട് മൈറ്റോസിസിലൂടെ ഇവരുടെ നമ്പർ ഒരുപാട് കൂടും. ഇവരെ നമുക്കിനി മുതൽ സ്പെർമറ്റോഗോണിയ എന്ന് വിളിക്കാം. മെയിൽ ജേം സെൽസ് ആയിരുന്നു, അവർ മൈറ്റോസിസിലൂടെ അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് അവരെ സ്പെർമറ്റോഗോണിയ എന്ന് വിളിക്കാം. ഇനി സ്പെർമറ്റോഗോണിയത്തിലെ ചില സ്പെർമറ്റോഗോണിയങ്ങൾ മിയോസിസ് നടത്താൻ തുടങ്ങുന്നു, അതായത് റിഡക്ഷൻ ഡിവിഷൻ. ഇതുവരെ മൈറ്റോസിസ് ആണ് നടന്നത്. അപ്പോൾ ചില സ്പെർമറ്റോഗോണിയങ്ങൾ മിയോസിസ് നടത്താൻ തുടങ്ങുന്നു. അവരെ ഇനി മുതൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൻ്റെ മിയോട്ടിക് ഡിവിഷനിലൂടെ 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് വീണ്ടും അടുത്ത ഒരു മിയോട്ടിക് ഡിവിഷൻ നടത്തുന്നു. എന്നിട്ട് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. ഇനി ഈ സ്പെർമാറ്റിഡ്സ് വളർന്നിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് സ്പെർമറ്റോസോവ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പേംസ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് സ്പെർമറ്റോജനസിസ് നടക്കുന്നത്. ഇനി ഊജനസിസ് എങ്ങനെയാണ് നടക്കുന്നത്? ഊജനസിസ് എന്താണ്? പ്യൂബർട്ടിയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീറ്റൽ ലൈഫിൽ തന്നെ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫീറ്റൽ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫീറ്റസിൻ്റെ ഓവറിയിൽ ഒരുപാട് ഊഗോണിയങ്ങൾ ഉണ്ടാവും. ഊഗോണിയാസ് ഒരുപാടുണ്ടാവും. ഇവർ മൈറ്റോസിസ് നടത്തി അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് പ്രൈമറി ഊസൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഊഗോണിയം മൈറ്റോസിസ് നടത്തി അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനെ പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ പ്യൂബർട്ടിയിലെത്തുമ്പോൾ ഒരു ഫീമെയിലിൻ്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഓവറിൽ, ഓരോ ഓവറിലും 60,000 തൊട്ട് 80,000 വരെ ആയിരിക്കും പ്രൈമറി ഊസൈറ്റ് ഉള്ളത്. ബാക്കി ഊസൈറ്റ്സ് എല്ലാം എന്താണ്? ബർത്ത് മുതൽ ഈ പ്യൂബർട്ടി എത്തുന്ന വരെയുള്ള ടൈമിനുള്ളിൽ ഡീജനറേറ്റ് ചെയ്ത് പോകും. ബാക്കി ഒരു 60,000 തൊട്ട് 80,000 വരെ ആയിരിക്കും ഓരോ ഓവറിലും ഉള്ളത്. ഇനി ഈ പ്രൈമറി യൂസൈറ്റ് എന്തായിരിക്കും? പ്രൊഫേസ് 1-ലായിരിക്കും. മിയോസിസിൽ എൻട്രി ചെയ്തിട്ട് പ്രൊഫേസ് 1 സ്റ്റേജിൽ ടെമ്പററി ആയിട്ട് അറസ്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പ്യൂബർട്ടി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മിയോസിസ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് എന്തായി മാറും? ഒരു സെക്കൻഡറി യൂസൈറ്റായിട്ട് മാറും. അതിൻ്റെ കൂടെ ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ഓവമായിട്ട് മാറുന്നത് ഈ സെക്കൻഡറി യൂസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു സ്പേം എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ്. അതായത് സെക്കൻഡ് മിയോസിസ് നടക്കുന്നത് ഒരു സ്പേം സെക്കൻഡറി യൂസൈറ്റിൻ്റെ സൈറ്റോപ്ലാസിൽ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ്. അങ്ങനെ സ്പേം എൻ്റർ ചെയ്തതിന് ശേഷം സെക്കൻഡറി യൂസൈറ്റിൽ മിയോസിസ് നടന്നിട്ട് ഒരു ഊറ്റിഡ് അല്ലെങ്കിൽ ഓവവും ഒരു സെക്കൻഡ് പോളാർ ബോഡിയുമായിട്ട് മാറുന്നു. ഇതാണ് ഊജനസിസ് എന്ന് പറയുന്നത്. ഊജനസിസ് ആയാലും സ്പെർമറ്റോജനസിസ് ആയാലും
കുറച്ച് ഹോർമോണൽ ഇൻഫ്ലുവൻസിന് കാരണമാണ് സംഭവിക്കുന്നത്. അതായത് ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് പ്യൂബേർട്ടിയിൽ സ്പെർമറ്റോജനസിസും oogenesis ഒക്കെ നടക്കുന്നത്. സോ അത് ഏതൊക്കെ ഹോർമോൺസ് ആണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണായ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ GnRH, ഇതിൻ്റെ സെക്രീഷൻ വളരെയധികം കൂടുന്നു. ഹൈപ്പോതലാമിക് ഹോർമോണായ GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ സെക്രീഷൻ വളരെയധികം കൂടുന്നു. സോ ഈ ഹോർമോൺ എന്ത് ചെയ്യും? GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യുന്നു. അതായത് ഏതൊക്കെയാണ് ഗൊണാഡോട്രോപ്പിൻസ്? ഗൊണാഡോട്രോപ്പിൻസ് ആണ് ല്യൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും, അതായത് LH ആൻഡ് FSH. സോ ഹൈപ്പോതലാമിക് ഹോർമോണായ GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് ല്യൂട്ടിനൈസിങ് ഹോർമോണിനെയും അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും, ഇവർ രണ്ടുപേരും ഗൊണാഡോട്രോപ്പിൻസ് ആണ്, ഇവരെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നു. ഇനി ഈ ഹോർമോൺസ് എവിടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ നമ്മുടെ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസായ ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ലേഡിക് സെൽസ് ആൻഡ്രോജൻസിനെ സിന്തസൈസ് ചെയ്ത് സെക്രീറ്റ് ചെയ്യും. ലേഡിക് സെൽസിൽ LH ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ലേഡിക് സെൽസ് ആൻഡ്രോജൻസിനെ സിന്തസൈസ് ചെയ്ത് സെക്രീറ്റ് ചെയ്യുന്നു. ഇനി ആൻഡ്രോജൻസ് ആണ് സ്പെർമറ്റോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ FSH സെറട്ടോളി സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, സെറട്ടോളി സെൽസ് ചില സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്രീഷൻ സ്പെർമിയോജനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റിഡ്സ് സ്പെർമായി മാറുന്ന ആ ഒരു പ്രോസസ്സാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമിയോജനസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില സെക്രീഷൻസ് സെറട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് സെറട്ടോളി സെല്ലിന് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? FSHൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഈ ഒരു സെക്രീഷൻ ഫോം ചെയ്യുന്നത്. ഇനി സെമിനൽ പ്ലാസ്മയും സ്പേംസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സെമൻ എന്ന് വിളിക്കുന്നത്. സെമൻ എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയുണ്ട്? സെമിനൽ പ്ലാസ്മയുണ്ട്, സ്പേംസും ഉണ്ട്. സ്പേമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സ്പേമിന് 3 പാർട്സ് ആണുള്ളത്. ഒരു ഹെഡുണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഹെഡിൽ എന്താണുള്ളത്? ഹെഡിലാണ് ക്രോമസോം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം ഉണ്ട്. അതുപോലെ ഹെഡിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പ്രൊജക്ഷൻ പോലൊരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോമിനകത്ത് ഒരുപാട് ലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് സ്പേമിന് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ഓവത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓവത്തിന് ചുറ്റും എന്തുണ്ട്? ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഈ അക്രോസോമിനകത്തിരിക്കുന്ന ലൈറ്റിക് എൻസൈംസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ എൻസൈമിനെ അക്രോസോം റിലീസ് ചെയ്യുമ്പോൾ അത് ഓവത്തിൻ്റെ ലെയേഴ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പേമിന് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കിട്ടുന്നു. ഇനി ഈ സ്പേമിനെ മൊത്തത്തിൽ കവർ ചെയ്ത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഹെഡും മിഡിൽ പീസും കൂടെ ചേരുന്ന ആ ഒരു പോർഷനെയാണ് നെക്ക് എന്ന് പറയുന്നത്. മിഡിൽ പീസിൽ നമുക്ക് ഒരുപാട് മൈറ്റോകോൺട്രിയ കാണാൻ പറ്റും. മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ്. സോ സ്പേമിന് മോട്ടിലിറ്റിക്കുള്ള അല്ലെങ്കിൽ സ്പേമിന് വിഗറസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഉള്ളത്. അതിനാവശ്യമായി എനർജി കൊടുക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയാണ്. പിന്നെ ഒരു ടെയിലുണ്ട്, ഇത് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ. ഊസൈറ്റ് നമ്മുടെ പ്രൈമറി ഊസൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ചുറ്റിനും കുറച്ച് ഗ്രാനുലോസ സെൽസ് ഒരു ലെയറായിട്ട് മാറും. ഗ്രാനുലോസ സെൽസ് വഴി സറൗണ്ട് ചെയ്തിരിക്കുകയാണ് പ്രൈമറി ഊസൈറ്റ്. അങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ ഇനി മുതൽ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. പ്രൈമറി ഫോളിക്കിളിൻ്റെ പിന്നീട് വീണ്ടും കൂടുതൽ ഗ്രാനുലോസ ലെയേഴ്സ് അതിനെ സറൗണ്ട് ചെയ്യുന്നു. അതുപോലെ ഒരു പുതിയ തീക്ക ലെയറും ഫോം ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രൈമറി ഫോളിക്കിളിനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രൈമറി ഫോളിക്കിളിൻ്റെ ചുറ്റും കൂടുതൽ ഗ്രാനുലോസ ലെയറും ഒരു തീക്ക ലെയറും കൂടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ അത് സെക്കൻഡറി ഫോളിക്കിളാണ്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് സെക്കൻഡറി ഫ്ലൂയിഡിൽ ഒരു ആൻഡ്രം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയും കൂടെ അപ്പിയർ ചെയ്യുന്നു. ആ ടൈമിൽ നമുക്കിതിനെ ടെറിഷ്യറി ഫോളിക്കിൾ എന്ന് വിളിക്കാൻ കഴിയും. ഇനി ഈ ടെറിഷ്യറി ഫോളിക്കിളിൽ എന്താണ്? തീക്ക ലെയർ രണ്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അകത്തുള്ള തീക്ക ഇൻറ്റേണയും പുറമേയുള്ള തീക്ക എക്സ്റ്റേണയും.
അതായത് ഫസ്റ്റ് ഒരു പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ഈ പ്രൈമറി ഊസൈറ്റിൻ്റെ ചുറ്റും ഗ്രാനുലോസ ലെയറാണുള്ളത്. ഗ്രാനുലോസ സെൽസ് വെച്ചുള്ള ഒരു ഗ്രാനുലോസ ലെയർ ഉണ്ട്. അതിനുശേഷം ഇതാണ് പ്രൈമറി ഊസൈറ്റ്. ഇത് സെക്കൻഡറി ഊസൈറ്റ് ആകുമ്പോഴേക്ക് ഇതിന് ചുറ്റും ഗ്രാനുലോസ ലെയറുണ്ട്, അതുപോലെ തന്നെ തീക്ക ലെയറും ഉണ്ട്. ഗ്രാനുലോസ ലെയറും ഉണ്ട്, തീക്ക ലെയറും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിച്ചു. ഇനി ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അതിനുശേഷം എന്താണ്? ഇത് ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. ടെർഷ്യറി ഫോളിക്കിളാകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആൻഡ്രം കൂടിയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തീക്ക ലെയറില്ലേ, അതിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തീക്ക ഇൻറ്റേണാന്നും തീക്ക എക്സ്റ്റേണാന്നും. അതുകൂടാതെ ഗ്രാനുലോസ ലെയറും ഉണ്ട്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി അല്ലെങ്കിൽ ആൻഡ്രവും ഉണ്ട്. ഇനി ടെർഷ്യറി ഫോളിക്കിളിലിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ സൈസ് കൂടുന്നു, ഗ്രോസ് ഇൻ സൈസ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് ഒരു മിയോസിസ് നടത്തും, അതായത് റിഡക്ഷൻ ഡിവിഷൻ. അതിൻ്റെ ഫലമായിട്ട് ഒരു സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. ഇനി ഈ ടെർഷ്യറി ഫോളിക്കിൾ എന്ത് ചെയ്യും? പിന്നെയും ഗ്രോ ചെയ്തിട്ട് മെച്യൂർ ഫോളിക്കിളായിട്ട് മാറും. ഇതിനെ നമുക്ക് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നും വിളിക്കാം. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിനകത്തിരിക്കുന്നത് ഇപ്പോൾ ആരാണ്? സെക്കൻഡറി ഊസൈറ്റ് ആണ്. സോ ഈ സെക്കൻഡറി ഊസൈറ്റ് ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ചുറ്റും സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന മറ്റൊരു ലെയറും കൂടെ ഫോം ചെയ്യും. സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയറും കൂടെ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ പുറമേ ഉണ്ട്. അടുത്തതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. ആദ്യത്തെ മെൻസ്ട്രുവേഷൻ പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ മെനാർക്കി എന്ന് വിളിക്കുന്നു. മെൻസ്ട്രുവൽ സൈക്കിളിനെ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷന് 4 ഫേസാണുള്ളത്. മെൻസ്ട്രുവൽ സൈക്കിളിന് 4 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസാണ് മെൻസ്ട്രുവൽ ഫേസ്. ഇവിടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതോടൊപ്പം അവിടെയുള്ള ബ്ലഡ് വെസൽസും എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു. ഇതാണ് മെൻസ്ട്രുവൽ ഫേസിൽ സംഭവിക്കുന്നത്. അടുത്ത ഫേസാണ് ഫോളിക്കുലർ ഫേസ്. അതായത് ഇവിടെ പ്രൈമറി ഫോളിക്കിൾസ് ഗ്രോ ചെയ്തിട്ട് എന്തായി മാറുന്നു? മെച്യൂറായിട്ടുള്ള ഒരു ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഫോളിക്കുലർ ഫേസിൽ. അതുപോലെ ഇവിടെ എൻഡോമെട്രിയത്തിലെ മെൻസ്ട്രുവൽ ഫേസിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു പോയ എൻഡോമെട്രിയം വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോളിക്കുലർ ഫേസിനെ എന്ത് വിളിക്കാം? പ്രോലിഫറേറ്റീവ് ഫേസ് എന്നും വിളിക്കാം. പ്രോലിഫറേറ്റീവ് ഫേസ് എന്നും വിളിക്കാം ഫോളിക്കുലർ ഫേസിനെ. ഇനി ഇവിടെ ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്, അതായത് പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു, എൻഡോമെട്രിയം റീജനറേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നടക്കുന്നത് ചില ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിലാണ്, അതായത് ഗൊണാഡോട്രോപ്പിൻസിൻ്റെ ഇൻഫ്ലുവൻസിൽ. ഏതൊക്കെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻസ്? ഇവരാണ് ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ഈ 2 ഹോർമോണിൻ്റെയും അളവ് വളരെയധികം കൂടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഫോളിക്കുലർ ചേഞ്ചിലുള്ള ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് ഓവുലേറ്ററി ഫേസ് വരുന്നത്. ഓവുലേറ്ററി ഫേസിൻ്റെ പ്രത്യേകത, ഈ ഫേസിലാണ് ഓവുലേഷൻ നടക്കുന്നത്, അതായത് ഓവത്തെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ മിഡിലായിട്ടുള്ള ഒരു ഡേയിലാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം ഹ്യൂമൻ ഫീമെയിൽസിൻ്റെ മെൻസ്ട്രുവൽ സൈക്കിൾ ഏകദേശം 28 ഡേയ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. സോ ഇതിൻ്റെ മിഡിൽ ഡേ എന്ന് പറയുമ്പോൾ ഏകദേശം 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. ഇതിന് കാരണമാകുന്നത് ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഫിനോമിനാണ് LH സർജ് എന്ന് പറയുന്നത്. അതായത് ലൂട്ടിനൈസിങ് ഹോർമോൺ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്നു. ഏറ്റവും കൂടിയ അളവ്, ലൂട്ടിനൈസിങ് ഹോർമോൺ ഏറ്റവും കൂടിയ അളവിലെത്തുന്നതിനെയാണ് LH സർജ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ടൈമിലാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് അതിലിരിക്കുന്ന ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 4ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ഫേസാണ് ലൂട്ടിയൽ ഫേസ്. ഇവിടെ ഓവുലേഷന് ശേഷം ഉണ്ടായ ആ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റെമനൻസ്, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് ഓവത്തിനെ റിലീസ് ചെയ്തത്. അപ്പോൾ ആ റപ്ചേർഡ് ആയിട്ടിരിക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ആ ബാക്കി ഉള്ള ഭാഗങ്ങൾ, അതിൻ്റെ റെമനൻസ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ ഹോർമോൺ പ്രൊഡക്ഷനാണ് മെയിനായിട്ടുള്ള കാര്യം. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലൂട്ടിയൽ ഫേസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാൻ പറ്റും. സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കാൻ പറ്റും. ഫോളിക്കുലർ ഫേസ് ആയിരുന്നു പ്രോലിഫറേറ്റീവ് ഫേസ്.
ഫോളിക്കുലർ ഫേസസിൻ്റെ മറ്റൊരു പേരായിരുന്നു പ്രോലിഫറേറ്റീവ് ഫേസ്. അതുപോലെ ലൂട്ടിയൽ ഫേസിൻ്റെ മറ്റൊരു പേരാണ് സെക്രട്ടറി ഫേസ്. അപ്പോൾ എന്തിനാണ് ഈ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പ്രൊജസ്ട്രോൺ അതിൻ്റെ അളവ് ഒരു സ്പെസിഫിക് എമൗണ്ടിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എൻഡോമെട്രിയത്തിനെ ഇപ്പം പ്രോലിഫറേറ്റ് ചെയ്ത് വലുതായി നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോൺ. എന്നാൽ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. റിലീസ് ചെയ്ത ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എൻഡോമെട്രിയം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതോടുകൂടി പ്രൊജസ്ട്രോണിൻ്റെ സെക്രീഷന് നിൽക്കുന്നു. സോ എൻഡോമെട്രിയൽ ലൈനിങ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആയി വീണ്ടും അടുത്ത മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 28 ഡേയ്സ് കൂടുമ്പോഴും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോർമലായിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് ലൈഫാണ് മെൻസ്ട്രുവൽ സൈക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും. പ്രഗ്നൻസിയിൽ മാത്രമല്ല, പുവർ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ സ്ട്രെസ്സൊക്കെയുള്ള കണ്ടീഷൻസ് ആണെങ്കിലും ചിലപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാതെ ഇരിക്കാം. ഇനി ലാസ്റ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ ഹ്യൂമൻ ഫീമെയിൽസിന് ഏകദേശം ഒരു 50 ഇയേഴ്സ് 50 വയസ്സൊക്കെ ആകുമ്പോൾ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആവുന്നു. പിന്നീട് മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്നില്ല. അങ്ങനെ ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെൻസ്ട്രുവേഷനാണ് മെനാർക്ക്. ഇത് അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് യൂട്രൈൻ ഇവൻറ്റ്സ് ആണ്. ആദ്യം തന്നെ മെൻസ്ട്രുവേഷൻ ഫേസിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. അതിനുശേഷം ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസിൽ എൻഡോമെട്രിയൽ ലൈനിങ് വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്ത് വരുന്നു. ഇനി 14th ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുണ്ട്. അപ്പോൾ അതിനോടനുസരിച്ച് ഒവേറിയൻ ഹോർമോൺസിൻ്റെ ലെവലിലുള്ള വ്യത്യാസം ആദ്യം ലോ ലെവലിലായിരുന്നു, പിന്നീട് പതുക്കെ അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഓവറിയിലും അതിനനുസരിച്ച് എന്താണ് നടക്കുന്നത്? ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. പ്രൈമറി ഫോളിക്കിൾ മെച്യൂർ ഫോളിക്കിളായിട്ട് മാറുന്നു. പിറ്റ്യൂട്ടറി ഹോർമോൺസ് FSH LH ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. എന്നിട്ട് ഏകദേശം 14ാമത്തെ ദിവസം അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് LH സർജ്, അതായത് LH ഏറ്റവും പീക്കിലെത്തുന്നു. ആ ടൈമിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവത്തെ റിലീസ് ചെയ്യുന്നു. ഇതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഈ ബാക്കി പാർട്ട് റെമനൻസ് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. അത് പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടായ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് നല്ല പ്രോലിഫറേറ്റീവായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പിന്നീട് ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ലെവലും കുറയുന്നത് കൊണ്ട് വീണ്ടും മെൻസ്ട്രുവേഷൻ സംഭവിക്കുന്നു. ഇതാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അടുത്തത് ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് നമുക്കറിയാം, ഒരു കോപ്പുലേഷന് ശേഷം സെമൻ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇനി മോട്ടൈലായിട്ടുള്ള സ്പേംസ് സെർവിക്സിലൂടെ യൂട്രസിലൂടെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുലറി റീജിയൻ വരെ എത്തുന്നു. അവിടെയാണ് നമ്മുടെ ഓവറി റിലീസ് ചെയ്ത ഓവം ഇരിക്കുന്നത്. ഇനി ഓവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അതായത് ഓവത്തിൻ്റെ സോണ പെല്ലൂസിഡ ലെയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ സ്പേമിൻ്റെ അക്രോസോം അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിലെ സെക്രീഷൻസിനെ പുറപ്പെടുവിക്കുന്നു. ഈ എൻസൈംസ് എന്നിട്ട് സോണ പെല്ലൂസിഡയെ ബ്രേക്ക് ചെയ്യുന്നു. ഈ സോണ പെല്ലൂസിഡയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് അക്രോസോം എൻസൈംസിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സോണ പെല്ലൂസിഡയൊക്കെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ സ്പേമിന് ഓവത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓവത്തിൻ്റെ ചുറ്റുമുള്ള ആ ലെയറിന് ചെറിയ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്പേമിന് ഈ ഓവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇനി ഈ ഓവത്തിനകത്തേക്ക് സ്പേം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആവും. സെക്കൻഡറി ഊസൈറ്റ് രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാതെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്പേം എൻട്രി ചെയ്തതിന് ശേഷമാണ് ഈ ഡിവിഷൻ നടക്കുന്നത്. എന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓവം അല്ലെങ്കിൽ ഊറ്റിഡ് ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുന്നു. ഇത് ഫോം ചെയ്താൽ ഉടൻ തന്നെ ഈ ഊറ്റിടും നമ്മുടെ സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി സൈഗോട്ടിൻ്റെ ക്രോമസോം XX ആണെങ്കിൽ അതൊരു ഫീമെയിൽ ബേബി ആയിരിക്കും. അതായത് ഓവത്തിൻ്റെ ക്രോമസോമിലും XX ക്രോമസോം X ആണ്,
സ്പേമിൽ സെക്സ് ക്രോമസോമും എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫീമെയിൽ ബേബി ഉണ്ടാവുന്നു. ഇനി ഓവത്തിലെ ക്രോമസോം എപ്പോഴും എക്സ് തന്നെ ആയിരിക്കും, പക്ഷേ സ്പേമിലെ ക്രോമസോം വൈ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതൊരു മെയിൽ ബേബി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദറാണ്. കാരണം ഫാദറിൻ്റെ 50% സ്പേംസിൽ സെക്സ് ക്രോമസോം എക്സും 50% സ്പേംസിൽ സെക്സ് ക്രോമസോം വൈയും ആണ്. എന്നാൽ മദറിൻ്റെ എല്ലാ ഓവത്തിലും എക്സ് ക്രോമസോം മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇനി ഇങ്ങനെ ഉണ്ടായ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് പതുക്കെ ക്ലീവേജ് തുടങ്ങുന്നു. അതായത് ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഈ ഓരോ സെല്ലിനെയും നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ക്ലീവേജ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ സൈഗോട്ട് നമ്മുടെ ആംബുലറി റീജിയനിൽ നിന്ന് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ 8 തൊട്ട് 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ ഒരു ടൈമിൽ നമുക്ക് എംബ്രിയോയെ മൊറുല എന്ന് വിളിക്കാം. ഇനി ഈ മൊറുല പതുക്കെ ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറും. അതായത് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂട്ടം സെൽസ് പുറമേ കാണപ്പെടും. അതിനെയാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് യൂട്രസിൻ്റെ എൻഡോമെട്രിയവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് മറ്റു കുറച്ച് സെൽസ് ഗ്രൂപ്പായിട്ട് മാറി ഇന്നർ സെൽ മാസ് എന്ന പേരിൽ ഇരിക്കും. ഈ ഇന്നർ സെൽ മാസാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ്, അതായത് ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ചേരുന്നത് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിലേക്ക് എംബഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇംപ്ലാന്റേഷനാണ് പിന്നീട് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയർ ആയിരുന്നു ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രോഫോബ്ലാസ്റ്റിൽ തന്നെ ചില ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രത്യക്ഷപ്പെടും. ഇതിനെയാണ് കോറിയോണിക് വില്ല എന്ന് വിളിക്കുന്നത്. കോറിയോണിക് വില്ലയും യൂട്രസിലെ ടിഷ്യൂവും തമ്മിൽ ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യും. അതായത് രണ്ടും കൈകോർത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും, ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് അടുത്തൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പ്ലാസെൻ്റ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാസെൻ്റയാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. മദറും ഡെവലപ്പിംഗ് എംബ്രിയോയും തമ്മിലുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് ഈ പ്ലാസെൻ്റ. പ്ലാസെൻ്റ ഉണ്ടാകുന്നത് കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂവും കൂടെ ചേർന്നിട്ടാണ്. ഇനി എന്താണ് പ്ലാസെൻ്റയുടെ ഫങ്ഷൻ? പ്ലാസെൻ്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാസെൻ്റ കുറേ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാസെൻ്റയാണ് ഓക്സിജൻസിനെയും ന്യൂട്രിയൻസിനെയും എംബ്രിയോയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ എംബ്രിയോയുടെ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെയൊക്കെ തിരിച്ച് മെറ്റേണൽ ബ്ലഡിലേക്ക് എത്തിക്കുന്നതും ഈ പ്ലാസെൻ്റയാണ്. ഇനി പ്ലാസെൻ്റ ഡയറക്റ്റായിട്ട് എംബ്രിയോയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയല്ല ചെയ്തേക്കുന്നത്. അംബിളിക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലൂടെയാണ് ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലാസെൻ്റയും ബേബിയും തമ്മിലുള്ള കണക്ഷൻ അംബിളിക്കൽ കോഡ് അല്ലെങ്കിൽ നമ്മൾ പൊക്കിൾ കൊടി എന്ന് പറയില്ലേ, അതുവഴിയാണ് നടക്കുന്നത്. ഇതാണ് എംബ്രിയോയിൽ നിന്നും എംബ്രിയോയിലേക്കും സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി പ്ലാസെൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? HCG അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ, HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ മുതലായവയാണ് പ്ലാസെൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. ഇനി പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഓവറി റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഹോർമോൺസ് ഒന്നും കൂടാതെ മറ്റ് ഹോർമോൺസായ പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ, കോർട്ടിസോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഹോർമോൺസും പ്രഗ്നൻസി ടൈമിൽ മെറ്റേണൽ ബ്ലഡിൽ വളരെ കൂടിയ അളവിൽ കാണപ്പെടുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് എംബ്രിയോയുടെ നീഡ്സിന് വേണ്ടിയിട്ടും മെറ്റേണൽ ബോഡിയുടെ നീഡ്സിന് വേണ്ടിയിട്ടും ഈ പ്രഗ്നൻസിയെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത്രയും ഹോർമോൺസിൻ്റെ അളവ് അത്യാവശ്യമാണ്. ഇനി ഇതിന് ശേഷമാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രിയോയിൽ 3 ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. അതായത് ഏറ്റവും പുറമേ ഉള്ള ലെയറാണ് എക്ടോഡേം എന്ന് പറയുന്നത്. ഏറ്റവും അകത്ത് കാണപ്പെടുന്ന ലെയറാണ് എൻഡോഡേം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് മീസോഡേം എന്ന് പറയുന്ന മറ്റൊരു ലെയർ ഫോം ചെയ്യുന്നു. അതായത് എംബ്രിയോ ഇപ്പം നമ്മൾ നോക്കിയാൽ എംബ്രിയോയിൽ 3 ലെയേഴ്സ് കാണാൻ പറ്റും.
അപ്പോൾ ഈ 3 ലെയേഴ്സ് ഫോം ചെയ്ത ആ പ്രോസസ്സിനെയാണ് ഗ്യാസ്ട്രുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻ സിസ്റ്റംസും എല്ലാം ഉണ്ടാവുന്നത് ഈ 3 ലെയറിൽ നിന്നാണ്. എല്ലാ ഓർഗൻ സിസ്റ്റംസും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ 3 ലെയേഴ്സിൽ നിന്നാണ്. ഇതിനെ നമുക്ക് ജേം ലെയേഴ്സ് എന്നും വിളിക്കാം, ഈ 3 ലെയറിനെ. ഇതുകൂടാതെ നമ്മുടെ എംബ്രിയോയിൽ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിനെയാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു സെല്ലിൽ നിന്ന് നമ്മുടെ ബോഡിയിൽ ഏത് ടൈപ്പ് ഓർഗനായിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ ആയിട്ട് മാറാൻ ഈ സെൽസിന് കഴിവുണ്ട്. ഏത് ടൈപ്പ് ടിഷ്യൂ ആയിട്ട് മാറാനും കഴിവുള്ള സെൽസിനെയാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇനി എംബ്രിയോ ഡെവലപ്മെൻറ്റിലെ മേജറായിട്ടുള്ള ഇവൻറ്റ്സ്. 1 മാസം കഴിയുമ്പോൾ തന്നെ എംബ്രിയോയുടെ ഹാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി 1 മാസം കഴിയുമ്പോൾ തന്നെ ഈ എംബ്രിയോയുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ 2 മാസം അവസാനിക്കുമ്പോൾ എംബ്രിയോയുടെ കൈകാലുകളും അതുപോലെ വിരലുകളും ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 3 മാസം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ എൻഡ് ഓഫ് 12th വീക്ക് ഏകദേശം എല്ലാ ഓർഗൻ സിസ്റ്റംസും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി 5 മാസം ആകുമ്പോഴാണ് ഫീറ്റസ് ആദ്യമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ ഫീറ്റസിൻ്റെ ഹെഡിൽ ഹെയർ അപ്പിയർ ചെയ്യുന്നതും 5 മാസം ആകുമ്പോഴാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ ഫീറ്റസിൻ്റെ ബോഡി മുഴുവൻ ഫൈൻ ഹെയർസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഐലിഡ്സൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും, ഐലാഷസ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി 9 മാസം ആവുമ്പോഴേക്ക് എന്താണ് സംഭവിക്കുക? ഫീറ്റസ് ഫുള്ളായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 9 മാസം അല്ലെങ്കിൽ 280 ഡേയ്സ് അല്ലെങ്കിൽ 40 ആഴ്ചകൾ, അതാണ് ഹ്യൂമൻസിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്. അതായത് പ്രഗ്നൻസിയുടെ കാലയളവാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ബേബിയെ ഡെലിവറി ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ചൈൽഡ് ബർത്ത്, അതിനെയാണ് പാർച്ചുറീഷൻ എന്ന് പറയുന്നത്. പാർച്ചുറീഷൻ നടക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസത്തിലൂടെയാണ്. അതായത് ഒരു ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ പ്ലാസെൻ്റ യൂട്രസിൽ ചെറിയ ചില കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഈ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് കാരണം മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ മദറിൻ്റെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസാവുന്നു. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? യൂട്രസിൻ്റെ 2ാമത്തെ ലെയറായ മയോമെട്രിയത്തിൽ വന്നിട്ട് സ്ട്രോങ്ങർ കൺട്രാക്ഷൻസിന് കാരണമാകുന്നു. അതായത് വളരെ ശക്തമായ കൺട്രാക്ഷൻസിന് കാരണമാകുന്നു. അപ്പം വീണ്ടും ഇങ്ങനെ യൂട്രസ് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി വീണ്ടും മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് കൂടുതൽ ഓക്സിറ്റോസിൻ സെക്രീറ്റ് ആവുന്നു. അപ്പോൾ അതിനനുസരിച്ച് യൂട്രൈൻ കൺട്രാക്ഷൻസ് കൂടിക്കൂടി വരും, അതിൻ്റെ ശക്തി കൂടിക്കൂടി വരും. അതിനനുസരിച്ച് എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, വീണ്ടും കൂടുതൽ ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യും, വീണ്ടും കൂടുതൽ സ്ട്രോങ് ആയ കൺട്രാക്ഷൻസ് സംഭവിക്കുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പാർച്ചുറീഷൻ നടക്കുന്നു. ഇനി പാർച്ചുറീഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് സമയത്തിനകം തന്നെ പ്ലാസൻ്റെയും യൂട്രസിൽ നിന്ന് പുറത്തു വരും. കാരണം പ്ലാസൻ്റ മദറും ബേബിയും തമ്മിലുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിരുന്നു. ബേബി പുറത്തു വന്നു, ഇനി പ്ലാസൻ്റയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പാർച്ചുറീഷന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ പ്ലാസൻ്റെയും പുറത്തു വരും. ഇനി നമ്മൾ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആവുന്ന സമയം മുതൽ തന്നെ അവരുടെ മമ്മറി ഗ്ലാൻഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പ്രഗ്നൻസി അവസാനിക്കുന്ന സമയം അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആവാറാവുന്ന സമയത്തേക്ക് മമ്മറി ഗ്ലാൻഡ്സ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മമ്മറി ഗ്ലാൻഡ്സ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പാർച്ചുറേഷന് ശേഷം ആദ്യമായിട്ട് കുറച്ച് ദിവസങ്ങളിലുണ്ടാക്കുന്ന മിൽക്കിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ ബേബിയുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇതിൽ ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. മദറിൻ്റെ ബോഡി ഉണ്ടാക്കിയ ഇമ്മ്യൂണിറ്റീസ്, ആൻറ്റിബോഡീസ്, അതെല്ലാം കൊളസ്ട്രം വഴി ബേബിയിലേക്ക് പാസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബേബിക്ക് അസുഖങ്ങൾക്കെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സാണ് ഉള്ളത്.
ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ മുമ്പുള്ള ക്ലാസ്സസിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ സ്പീഡായിട്ട് തോന്നിയിട്ടുള്ളവർ മുമ്പുള്ള വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ബാക്ക് അടിച്ച് കേൾക്കുകയോ ചെയ്യുക. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും പഠിക്കുക. താങ്ക് യു.